KSRTC ബസ്സുകളിൽ കുപ്പിവെള്ളം വിൽക്കുന്നതിനെതിരെ തൊഴിലാളി സംഘടനകളുടെ പരാതി. അമിത ജോലിഭാരം ആരോപിച്ച് TDF, KST എംപ്ലോയീസ് സംഘ് എന്നീ സംഘടനകൾ CMDക്ക് പരാതി നൽകി. KSRTCയുടെ കച്ചവട താൽപര്യങ്ങൾക്ക് വേണ്ടി പുതിയ ജീവനക്കാരെ കണ്ടെത്തണമെന്നാണ് വിമർശനം. സ്റ്റെഫിനാണ് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, യൂണിയനുകൾക്ക് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം? അഭിലാഷ്, കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ സ്കാനിയ ഉൾപ്പെടെ അല്ലെങ്കിൽ ലോ ഫ്ലോർ ബസ്സുകൾ ദീർഘദൂരം ഓടുന്ന ബസ്സുകളിലെല്ലാം വെള്ള വിതരണം നടത്തുന്നുണ്ട്. അത് കാരണം ദീർഘദൂരം ഓടുന്ന ബസ്സുകളാണ്, സീറ്റിങ്ങിൽ മാത്രം ഓടുന്ന ബസ്സുകളാണ്, നിന്ന് പോകുന്നതിന് വേണ്ടിയൊന്നും കഴിയില്ല. അതിലെല്ലാം കുപ്പി വെള്ള വിതരണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറങ്ങിയത്. എല്ലാ ഡിപ്പോകൾക്കും ഒരു നിർദ്ദേശം CMDയുടെ ഭാഗത്തു നിന്നും നൽകിയിരുന്നു. എല്ലാ ബസ്സുകൾക്കും ഇത്തരത്തിൽ ആ ബസ്സുകളിൽ കുപ്പിവെള്ള വിതരണം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് വിതരണം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ, അതോടൊപ്പം ആലപ്പുഴ, മാനന്തവാടി അവിടെയൊക്കെ തന്നെ ഈ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ തൊഴിലാളി സംഘടന കടുത്ത എതിർപ്പുമായി വരുന്നത്. സാധാരണഗതിയിൽ ഫാസ്റ്റ് ബസ്സുകളിലെല്ലാം തന്നെ വലിയ തിരക്കുണ്ട്. നിന്നാളുകൾ പോകുന്ന നിലയാണ് പലപ്പോഴും ഉള്ളത്. വലിയ തിരക്ക് ഓരോ റൂട്ടിലും അനുഭവപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ വെള്ളം വിതരണം അല്ലെങ്കിൽ അതുകൂടി ആകുമ്പോൾ അവർക്ക് ജോലിഭാരം കൂടും. ഒരു കണ്ടക്ടർ മാത്രമാണ് ഉള്ളത്. മുൻവശത്ത് മാത്രമേ ഈ കുപ്പിവെള്ളം സൂക്ഷിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അതെല്ലാം എടുത്തു കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം തന്നെ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് മോഷണം പോകാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്പോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിതരണം നടത്തണം. ബസ്സുകളിൽ ഈ വിതരണം അപ്രായോഗികമാണ് എന്നൊരു നിർദ്ദേശമാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇത് തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചന ഇല്ലാതെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് KSRTC മാനേജ്മെന്റ് എത്തിയതെന്നൊരു ആക്ഷേപവും വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഏതായാലും എല്ലാ തൊഴിലാളി സംഘടനകളും CMDക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.